നമസ്കാരം. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് നേടി ലഭ്യമായിട്ടുള്ള മന്ത്രി കസേര എന്ന് പറയുന്നത് ഈ നാട്ടിൽ എന്ത് നെറുകേടും കാട്ടാനുള്ള ലൈസൻസ് ആണ് എന്ന് കരുതുന്ന ചില നേതാക്കന്മാരുടെ നമുക്കിടയിൽ. അത്തരത്തിൽ ഒരുപാട് മന്ത്രിമാരെയും ഒരുപാട് MLA-മാരെയും ഒക്കെ നമ്മൾ കാണാറുമുണ്ട്. ഇതേ കണക്കിനാണ് കഴിഞ്ഞ ദിവസം PV അൻവർ MLA ഒരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ല എന്നതിന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അതിമോശമായിട്ട് അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ PV അൻവർ MLA പരസ്യമായി അധിക്ഷേപിച്ച മലപ്പുറം SP ശശിധരൻ കേരള പോലീസിലെ തന്നെ ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥരിൽ ഒന്നാമനാണ് എന്നതാണ് യാഥാർത്ഥ്യം. എണ്ണം പറഞ്ഞ കുറ്റാന്വേഷണ വിദഗ്ധനായ ശശിധരന്റെ മിടുക്കിലാണ് ഇലന്തൂർ നരബലിയുടെ ചുരുൾ പോലും അഴിഞ്ഞത് എന്നതാണ് വാസ്തവം. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ വധം ഉൾപ്പെടെ നിരവധി കേസുകളുടെ അന്വേഷണത്തിൽ ശശിധരന്റെ ജാഗ്രതയും സൂക്ഷ്മതയും കാര്യക്ഷമതയും ഒക്കെ നിർണായകമായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി പോലും നേടിയിട്ടുള്ള മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇങ്ങനെ ഒരു വ്യക്തിയാണ് PV അൻവർ തന്റെ പാർക്കിൽ നിന്ന് മോഷണം പോയ കേബിൾ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചത് എന്നതാണ് വസ്തുത. PV അൻവറിന്റെ കണ്ണിലെ കരടായിട്ടുള്ള S ശശിധരൻ IPS വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയല്ല പോലീസ് സേനയിലെ മിന്നുന്ന താരമായി മാറിയത് എന്ന് ഇവിടെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പോലീസ് കുപ്പായത്തോടുള്ള കൂറും ബഹുമാനവും കുറ്റാന്വേഷണത്തിലെ മികവും ഒക്കെ അദ്ദേഹത്തിന്റെ കൈമുതലാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിനെ ഓരോ ആളുകളും കൂടെ നിർത്താനുള്ള പ്രധാന കാരണം. LP സ്കൂൾ അധ്യാപകനായ വടക്കാഞ്ചേരി കണ്ണമ്പ്ര സ്വദേശിയായ ശശിധരൻ പോലീസ് ആകുന്നത് 1995-ലാണ്. കൊല്ലം അഞ്ചാലമൂട് സബ് ഇൻസ്പെക്ടറായിട്ടായിരുന്നു അദ്ദേഹം ഈ പോലീസ് സേനയിൽ തുടക്കം കുറിക്കുന്നത്. 2002-ൽ CI ആയും 2008-ൽ DYSP ആയും സ്ഥാനം കയറ്റം നേടിയത് മറ്റു മന്ത്രിമാരെ ഇതുപോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നുകൊടുത്തിട്ടല്ല, സ്വന്തം കഴിവ് കൊണ്ടാണ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം ജില്ലകളിലൊക്കെ ജോലി ചെയ്ത് ശശിധരൻ കുഴൽപ്പണം, വ്യാജമദ്യ, ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയൊക്കെ കർശനമായ നടപടികൾ സ്വീകരിച്ച പോലീസ് എന്ന ആ ഒരു വാക്കിന് അർത്ഥം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു പ്രവർത്തിച്ചത്. സംസ്ഥാനത്ത് ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള നിലമ്പൂർ രാധ വധക്കേസിലെ നരബലി കേസുകളിലെ ഏറ്റവും വലിയ തുമ്പ് കണ്ടെത്തിയതൊക്കെ ശശിധരനാണ്. എറണാകുളത്ത് ലോട്ടറി വിൽപ്പനക്കാരി പത്മജിയുടെ തിരോധാന കേസ് ഇലന്തൂർ നരബലി കേസായി പരിണമിച്ചത് ഇത്തരത്തിലൊരു കൃത്യമായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു എന്നത് ജനങ്ങൾ മറന്നിട്ടില്ല. കൊച്ചി DCP ആയിരുന്ന കാലത്ത് S ശശിധരന് തോന്നിയിട്ടുള്ള സംശയങ്ങളാണ് കേസിന്റെ ചുരുളയക്കുന്നത്. നഗരത്തിലെ CCTV-കളിൽ ഒന്നിൽ നിന്ന് ലഭിച്ച മുഖ്യപ്രതി ഷാഫിയുടെ കാറിന്റെ ദൃശ്യത്തെ പിന്തുടർന്ന് അന്വേഷണം നടത്തിയത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനെ മാനിച്ചാണ്. ഭഗവത് സിംഗ്, ഭാര്യ ലൈലയടക്കം കേസിലെ 3 പ്രതികളെയും പൂട്ടിയ അന്വേഷണ മികവിന് 2024-ൽ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതിയും ശശിധരനെ തേടിയെത്തിയിരുന്നു. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിച്ചു നൽകിയ ശശിധരന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ശാസ്ത്രീയ തെളിവുകൾ തന്നെ ഇവിടെ ഇതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. 2015-ൽ സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ച വ്യക്തി, 2019-ൽ കേസ് അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച വ്യക്തി എന്നതൊക്കെ ഇദ്ദേഹത്തിന് നേടിയെത്തിയ പദവികളാണ്. 29 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ശശിധരനെ തേടിയെത്തിയത് 74 മികച്ച സർവീസ് എൻട്രികളാണ്. 6 കമന്റേഷൻ സർട്ടിഫിക്കറ്റുകളും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇതൊന്നും വെറുതെ കിട്ടുന്ന ഒന്നല്ല. നാട്ടിലുള്ള മന്ത്രിമാരെയും മറ്റ് നേതാക്കന്മാരുടെയും അവരുടെ ചൊൽപ്പടിക്ക് എന്നുകൊണ്ട് പ്രവർത്തിക്കാതെ സ്വന്തം ഉത്തരവാദിത്വം മാത്രം കാഴ്ചവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബഹുമതികളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അത്രമാത്രം ജോലിയോട് കൂറുള്ളവനാണ് എന്ന് വ്യക്തമാകും. എന്നിട്ടാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഈ ആളുകൾ, ഈ നേതാവ് അപമാനിച്ചിരിക്കുന്നത്. കാരണം ഒന്നുമല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിന്ന് കൊടുത്തില്ല എന്നതിന്റെ പകപോക്കലായിരുന്നു ആ സ്റ്റേജിൽ വെച്ച്, ആ പൊതുവേദിയിൽ വെച്ച് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ വോട്ട് നേടി വാങ്ങിക്കഴിഞ്ഞാൽ ചില നേതാക്കന്മാർക്ക് ഇനി തങ്ങളാണ് ഇവിടെ രാജാവാണ്, തങ്ങൾ എന്ത് പറയുന്നു അതാണ് ജനങ്ങൾ അനുസരിക്കേണ്ടുന്നത് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് ഇവിടുത്തെ നേതാക്കന്മാർ എത്തുന്നു എന്നത് പറഞ്ഞത്.